വെൽക്കം ടു ഡേ 36 ഓഫ് കട്ടിംഗ് സീരീസ് ഗോയിങ് ഫ്രം 85 kg ടു 75 kg. ഒരു 3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആക്ച്വലി വീട്ടിലില്ലായിരുന്നു, ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു. 3 ദിവസം പുറത്തൊക്കെ സ്റ്റേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറ്റ് നടന്നിട്ടില്ല, അതുപോലെ തന്നെ എൻ്റെ ജിമ്മ് നടന്നിട്ടില്ല, ബോക്സിങ് നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ 3 ദിവസം ഞാൻ ആക്ച്വലി നമ്മുടെ ഡയറ്റ് കൗണ്ടിലും കൂട്ടുന്നില്ല. കാരണം എനിക്ക് ഒട്ടും ഡയറ്റില്ലായിരുന്നു. കാരണം കുറേ വീടുകളിലൊക്കെ പോയിട്ട് കുറേ സ്നാക്സ് സംഭവങ്ങൾ കഴിച്ചു, അങ്ങനെ അത് ഇതൊക്കെ ആയിട്ട് തന്നെ ഡയറ്റും പോയി കിടക്കുമായിരുന്നു. ജിമ്മും വർക്കൗട്ടും ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ 3 ദിവസം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡേ 36 നമുക്ക് ഇന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ അത് ജിം കഴിഞ്ഞു. നമുക്കിന്ന് പുഷ് ഡേ ആയിരുന്നു. 2 വർക്കൗട്ട് ഫോർ ചെസ്റ്റ്, 2 ട്രൈസ്, പിന്നെ 2 ഷോൾഡർ. അതിനുശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് മീൽ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമുക്കിന്ന് വൈകുന്നേരം ബോക്സിംഗ് ഉണ്ട്. സോ ലെറ്റ്സ് സീ അറ്റ് മീൽ 1. ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് പുട്ട്, കടല, മുട്ട പുഴുങ്ങിയതാണ്. ഇനി നമുക്കെല്ലാം ആക്ച്വലി ഒരു പ്ലേറ്റ് കാണുമ്പോൾ ഉള്ളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് പോയാൽ മതി. ഇനിയിപ്പോൾ എല്ലാം പക്കയിൽ ട്രാക്ക് ചെയ്യണമെന്നില്ല. കാരണം ജിമ്മും ബോക്സിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടംപോലെ കാലറീസ് പോകും ചെയ്യും. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി ട്രാക്ക് ചെയ്യണമെന്നില്ല. ഇതൊരു പ്രോപ്പർ കാർബും പ്രോട്ടീനൊക്കെ ഉള്ളൊരു മീലായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടെ പ്രോട്ടീന് വേണ്ടി എയർ ഫ്രൈഡ് ചിക്കൻ ഒരു 150 grams കഴിച്ചിട്ടുണ്ടായിരുന്നു. ബോക്സിംഗ് കഴിഞ്ഞ് വന്നു ഗൈസ്. 4 to 5 ആയിരുന്നു ബോക്സിംഗ്. നമുക്കിന്ന് രാവിലെ പുഷ് ഡേ ആയിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ 4 to 5 ബോക്സിങ്ങും കഴിഞ്ഞു. ആക്ച്വലി നമ്മളിന്ന് 2 മീൽസ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ആക്ച്വലി 3 മീൽസ് ആക്കിയായിരുന്നു. കാരണം ഇന്ന് ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഒരു 11:30 ആയി രാവിലെ. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ചു ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണ്ട, സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ കഴിച്ചു. കാരണം 3 days ഡയറ്റൊക്കെ പോയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ മിക്കവാറും ഈ സമയത്ത് ഒരു ചായയും ഒരു സ്നാക്സൊക്കെ കഴിക്കുമായിരിക്കും മിക്കവാറും. എന്നിട്ട് നമ്മുടെ ഫൈനൽ മീൽ എന്തായാലും രാത്രി 7-8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുള്ളൂ. ഓക്കെ, ഫൈനൽ മീൽ എന്ന് പറയുന്നത് കുറച്ച് ചോറ്, കുറച്ച് ചാളക്കറി, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് തോരൻ, പിന്നെ കുറച്ച് പയർ തോരൻ. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ മീൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ ക്ലോസ് ചെയ്തു.